features അവർ പറയുന്നുണ്ട്. Various features of virtual currency are explained as below. Virtual currency is a type of unregulated digital currency and that is only available in electronic form മാത്രമേ ഉള്ളൂ. It is stored and transacted only through designated software, mobile or computer application. എല്ലായിടത്തും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. It is considered to be a subset of digital currency group which also include cryptocurrencies which exist within the blockchain network. ആ ഒരു നെറ്റ്വർക്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ആക്സസും സ്റ്റോർ ഉള്ളൂ. It is considered to be a subset of digital currency group. എന്താ പറയാ, ആ കറൻസി ഗ്രൂപ്പിലാണ് ഇത് ഉണ്ടാവുക. ഇറ്റ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ സെൻട്രലൈസ്ഡ് ബാങ്കിങ് അതോറിറ്റി. റെഗുലേഷൻസ് കുറവാണ്. ഇറ്റ് ഈസ് ഡിഫറെന്റ് ദാൻ ഡിജിറ്റൽ കറൻസി സിൻസ് ഡിജിറ്റൽ കറൻസി സിമ്പിൾ കറൻസി ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ഡിജിറ്റൽ ഫോം. ഇത് ഡിജിറ്റൽ കറൻസീസ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇത് അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഓൺലൈൻ ഗെയിമിംഗ്, അത് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ്. ഇറ്റ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ സെൻട്രലൈസ്ഡ് ബാങ്കിങ് അതോറിറ്റി. കൺട്രോൾ ഇല്ല. വെർച്വൽ കറൻസി ഇസ് ഡിഫറെന്റ് ഫ്രം ഡിജിറ്റൽ കറൻസി സിൻസ് ഡിജിറ്റൽ കറൻസി സിമ്പിൾ കറൻസി ഇഷ്യൂഡ് ബൈ എ ബാങ്ക് ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ കറൻസി പോലെയല്ല വെർച്വൽ കറൻസി എന്ന് പറയുന്നത്. റെഗുലേഷൻസ് ഇല്ല. ദെൻ virtual currency relies on a system of trust and may not be issued by a central bank or other banking regulatory money. They derive their value based on the underlying mechanism like mining in case of cryptocurrency or the backing by the underlying asset. അതായത് അത് നമുക്ക് റെഗുലേഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാൽ പ്രാക്ടീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. കാരണം റെഗുലേഷൻസ് ഇല്ലാത്തതാണ്. നെക്സ്റ്റ് പറയുന്നത് അതിന്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റൽ വെർച്വൽ ആൻഡ് ക്രിപ്റ്റോ കറൻസി. ഡിജിറ്റൽ കറൻസി എന്ന് പറയുമ്പോൾ മണി സ്റ്റോർഡ് ആൻഡ് യൂസ്ഡ് ഇലക്ട്രോണിക്കലി ത്രൂ ബാങ്ക് ഓർ പേയ്മെന്റ് ആപ്പ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ UPI ക്രെഡിറ്റ് കാർഡ് ഒക്കെ പറഞ്ഞില്ലേ, അതായത് ബാങ്ക് അവരുടെ അണ്ടറിൽ, അവരുടെ ഗൈഡൻസിൽ മണി സ്റ്റോർ ചെയ്യുന്ന, ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യുന്നതാണ് ഡിജിറ്റൽ എന്ന് പറയുന്നത്, ഡിജിറ്റൽ കറൻസി. വെർച്വൽ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ മണി മെയിൻലി യൂസ്ഡ് ഇൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓർ ഗെയിംസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ വെർച്വൽ കറൻസീസ് ഉപയോഗിക്കുന്നത്. അതായത് ആപ്പ് റിവാർഡ് പോയിന്റുകളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഗെയിമുകളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ആപ്പ് ബേസ്ഡ് ആണ് ഈ പറയുന്ന വെർച്വൽ കറൻസീസ്. റെഗുലേഷൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ക്രിപ്റ്റോ ആണ്. എ സെക്യൂർ ഡിജിറ്റൽ കറൻസി യൂസിങ് ബ്ലോക്ക് ചെയിൻ ആൻഡ് എൻക്രിപ്ഷൻ ടെക്നോളജി. ബിറ്റ് കോയിൻ ഒക്കെയാണ് എക്സാമ്പിൾ. എന്താ പറയാ, ക്രിപ്റ്റോ കറൻസി. അതായത് നമ്മളിപ്പോ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് സെക്യൂർ ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ പറയുക ക്രിപ്റ്റോ കറൻസി എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് പറയണത് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് നോക്കാം. ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം യൂസ്ഡ് ടു ട്രാൻസ്ഫർ മണി ഡയറക്ട്ലി ബിറ്റ്വീൻ ബാങ്ക് അക്കൗണ്ട് വിത്തൗട്ട് യൂസിങ് പേപ്പർ ചെക്ക്. അതായത് നമ്മളിപ്പോൾ യൂട്ടിലിറ്റി ബില്ല് കൊടുക്കുക, സാലറി കൊടുക്കുക, അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിനെയാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സാലറി പേയ്മെന്റ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്, ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ, EMI പേയ്മെന്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ACHന്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസിന് എക്സാമ്പിൾ ആണ്. അതിന്റെ അവർ പറയുന്നുണ്ട്, ദീസ് കമ്പ്യൂട്ടറൈസ്ഡ് പേയ്മെന്റ് ഹാവ് ബെനിഫിറ്റ് ഫോർ ബോത്ത് മെർച്ചന്റ് ആൻഡ് കസ്റ്റമേഴ്സ് എസ് എക്സ്പ്ലെയിൻ ബിലോ. കോസ്റ്റ് കുറയും, ലോവർ കോസ്റ്റ്. അതായത് പേപ്പർ ചെക്കിന്റെ അങ്ങനത്തെ ട്രാൻസാക്ഷൻ ഒന്നും ആവശ്യമില്ല, നമ്മളങ്ങനെ പോവൊന്നും വേണ്ട. ദെൻ റെക്കോർഡ് കീപ്പിംഗ് കൺവീനിയൻസ്, അതായത് ഡാറ്റ സേവ് ചെയ്യാനായിട്ട് സുഖമാണ്. ദെൻ കൺവീനിയൻസ്, സൗകര്യപ്രദമാണ് എല്ലാവർക്കും, അതായത് മെർച്ചന്റിനായാലും കസ്റ്റമേഴ്സിനായാലും കൺവീനിയന്റ് ആണ്. ദെൻ കസ്റ്റമേഴ്സ് പ്രിഫറൻസ്, അതായത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
നെക്സ്റ്റ് പറയണത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പേയ്മെന്റ് നമുക്ക് സാലറി കൊടുക്കാനൊക്കെ അത് യൂസ് ചെയ്യും. അതിന്റെയാണ് അവർ ആ പോയിന്റ് പറയണത്. നെയിം ഓഫ് ദ ബാങ്ക് ഓർ ക്രെഡിറ്റ് യൂണിയൻ റിസീവിംഗ് ഫണ്ട്, ടൈപ്പ് ഓഫ് അക്കൗണ്ട്, ബാങ്ക് ABA റൂട്ടിംഗ് നമ്പർ, റെസിപ്പിയൻ അക്കൗണ്ട് നമ്പർ, ഡീറ്റെയിൽസ്. ഇപ്പൊ നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ അല്ല ഓഫീസുകളിലൊക്കെ സാലറീസ് ഒക്കെ നമ്മൾ ഈ രീതിയിൽ സെറ്റിൽ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ്. അതായത് ലെഡ്ജർ AI ഒക്കെ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ എൻട്രി ഇങ്ങനെ കാണിക്കേണ്ട ഇടണ്ടാന്ന് ഓട്ടോമാറ്റിക്കലി ചെയ്യണതിനെയാണ് ഓട്ടോമാറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയാ. ലേണിംഗ് ടു ഐഡന്റിഫൈ അനോമലീസ് ഇൻ ലാർജ് സ്കെയിൽ accounting data is one of the ancient challenges in financial statement. Nowadays, the majority of applied techniques refer to handicrafted rule derived from non-scenario. ഹൈ വോളിയം ഡാറ്റനെ നമുക്ക് റിക്കൺസിൽ ചെയ്യാനും ഒക്കെ നമുക്ക് സുഖമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുക ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുക. നോക്കാം. ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടേം പോസ്റ്റിംഗ് ടു ദ ലെഡ്ജർ റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് അനലൈസിംഗ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് അപ്പിയറിംഗ് ഇൻ ജേർണൽ എൻട്രി. The process of transferring the entry from journal to respective ledger account has been automated, coining the term automated ledger posting. The balance of ledger is carried out automatically to find out differences at the end of the year. There are certain ways by which the ledger posting is automatically governed. Robotic processing automation allow machine or AI workers to complete repetitive time-consuming tasks in business process such as document analysis, handling that are plentiful in accounting. അതായത് നമുക്ക് ഇതൊക്കെ ഇപ്പൊ നമ്മൾ എൻട്രി ഇട്ടു ഓട്ടോമാറ്റിക്കലി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആയി പോകില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വിളിക്കുക ഈ പറയുന്ന ലെഡ്ജർ പോസ്റ്റിംഗ്. പിന്നെ അടുത്ത പറയുന്നത് റീകൺസിൽ ചെയ്യാൻ പറ്റും. റീകൺസിലിയേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. റിക്കൺസീൽ റെസീപ്റ്റ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്, ചെക്ക് പേയ്മെന്റ്, ചെക്ക് പേയ്മെന്റ് ഓൺ അക്കൗണ്ട്, ചെക്ക് പേയ്മെന്റ് ഫോർ ഡ്യൂപ്ലിക്കേറ്റഡ് പേയ്മെന്റ്, റിക്കൺസീൽ എക്സ്പെൻസസ്, വേജസ് ആൻഡ് ബില്ല്, വാലിഡേറ്റ് ലൈൻ ഐറ്റം ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, റിക്കൺസൈൽ ജനറൽ ലെഡ്ജർ സോഫ്റ്റ്വെയർ. അതായത് നമ്മളൊന്ന് റീകൺസിൽ ചെയ്യുക. എന്താ റീകൺസിൽ വെച്ചാൽ മാച്ച് ചെയ്ത് നോക്കുക.